വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 19 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സക്കേവൂസിന്റെ ഭവനത്തിൽ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്നു കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ വനത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുവും സക്കേവൂസും തമ്മിലുള്ള കണ്ടുമുട്ടൽ രക്ഷയ്ക്ക് നിദാനമാകുന്നു. ജെറിക്കോ നഗരം സന്ദർശിക്കുന്നതിനായി കടന്നുവന്ന യേശു തന്റെ സന്ദർശനവും ദൗത്യവും നിർവഹിച്ചതിനു ശേഷമായിരിക്കാം തിരിച്ച് ശിഷ്യന്മാരൊത്ത് പോകുന്ന വേളയായിരുന്നു അത്. ആദായ നികുതി പിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന സക്കേവൂസ് എന്ന പേരുള്ള ഒരു ധനാഢ്യന്റെ ഓഫീസ് ആ നഗരത്തിൽ തന്നെയായിരുന്നു. ആ ഓഫീസിൽ ഉണ്ടായിരുന്ന സക്കേവൂസ് അപ്പോഴാണ് യേശു നഗരം വിടുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. യേശുവിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു എന്നുവരികിലും അതുവരെ സക്കേവൂസിന് യേശുവിനെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആദരവും മതിപ്പും പുലർത്തിയിരുന്നു സക്കേവൂസ് യേശുവിനോട്. അന്വേഷിച്ചപ്പോൾ യേശു തന്റെ ഓഫീസ് ഉണ്ടായിരുന്ന ആ തെരുവിൽ കൂടിയാണ് തിരിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം വളരെ ശക്തിയായിട്ട് സക്കേവൂസിന്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. സക്കേവൂസ് ഓഫീസിൽ നിന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ അകലെ നിന്ന് യേശു ശിഷ്യന്മാരോടൊത്ത് വലിയ ജനാവലിയുടെ അകമ്പടിയോടുകൂടെ ആ തെരുവിൽ കൂടെ വരുന്നതായിട്ട് കണ്ടു. തെരുവിന്റെ ഓരത്ത് താൻ നിന്നാൽ തന്റെ ശരീരത്തിന്റെ പൊക്കം കുറവ് കൊണ്ട് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കൂടെ കടന്നു വരുന്ന യേശുവിനെ നന്നായി കാണാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സക്കേവൂസ് എല്ലാ ദുരഭിമാനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് തന്നെ പറ്റി വിചാരിക്കുമെന്നൊന്നും ചിന്തിക്കാതെ ആ തെരുവിന്റെ 2 ഓരങ്ങളിലും ഇടതൂർന്ന് വളർന്നുകൊണ്ടിരുന്ന സിഖേമൂർ മരത്തൊന്നിൽ ആ പ്രമാണിയായിട്ടുള്ള മനുഷ്യൻ കയറിപ്പറ്റുകയാണ്. ലക്ഷ്യം യേശുവിനെ നന്നായിട്ടൊന്ന് കാണുക എന്ന് മാത്രം. അങ്ങനെ സക്കേവൂസ് മരത്തിന്റെ മുകളിൽ ഒരു കവലയിൽ ഇരിക്കുന്നു. യേശു നടന്ന് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു അവിടെ നിൽക്കുന്നു, മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. സക്കേവൂസിനെ അത് വിചാരിക്കാൻ പോലും സാധിച്ചില്ല. യേശുവിനെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ച യേശു തന്നെ നോക്കുന്നു. സക്കേവൂസ് യേശുവിനെയും നോക്കുന്നു. സന്തോഷഭരിതനായി സക്കേവൂസ്. ആ സമയത്താണ് യേശു സക്കേവൂസിനെ നോക്കി പറയുന്നു, സക്കേവൂസ്, സൂക്ഷിച്ച് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങുക. ഇന്ന് താങ്കളുടെ ഭവനത്തിൽ അതിഥിയായിട്ട് ഞാൻ വരുന്നു. സക്കേവൂസിന് തന്റെ ചെവികൾ വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് അതിന് സാധിക്കുമോ? അതിന്റെ പരീക്ഷണത്തിന് വേണ്ടി മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ആ മനുഷ്യന്റെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് യേശു കടന്നു വരുന്നു.
സന്തോഷകരമായിട്ടുള്ള അനുഭവം സഖ്യവൂസിന്. സഖ്യവൂസ് യേശുവിന്റെ സാന്നിധ്യം ആഘോഷിക്കാൻ തന്നെ തയ്യാറായി. ക്ഷണനേരം കൊണ്ട് വലിയൊരു വിരുന്ന് സൽക്കാരം തന്നെ തയ്യാറാക്കുന്നു. വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടെ സഖ്യവൂസ് യേശുവിനെ ശിഷ്യന്മാരോടൊത്ത് തന്റെ ഭവനത്തിലേക്ക് ആനയിക്കുന്നു. മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ആ വിരുന്ന് സൽക്കാരം ആസ്വദിക്കുന്നതിന് വേണ്ടി യേശുവും ശിഷ്യന്മാരും മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ ഇരിക്കുന്നു. സഖ്യവൂസിന്റെ ഹൃദയം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം വിചാരിക്കുക. ഒരു വശത്ത് തന്റെ ജീവിതത്തിൽ പറ്റിയ അമളികള്, കുറ്റബോധം, മറുവശത്ത് തനിക്ക് പറ്റിയ അമളികള് തിരുത്താനുള്ള മനസ്സിന്റെ ഉൾവിളി. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് സഖ്യവൂസ് വികാരവിജൃംഭനായി കാണും. എല്ലാം കണ്ടും കേട്ടും ശ്രദ്ധയോടുകൂടെ യേശു തനിക്കായിട്ട് നൽകിയ വിരുന്ന് സൽക്കാരം ആസ്വദിക്കുന്നു. അതിനിടയിൽ സഖ്യവൂസ് യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നു, യേശുവേ, എന്റെ മനസ്സിൽ സ്വസ്ഥതയില്ല. എന്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ വന്നുപോയി. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലാണ് പാളിച്ചകൾ മിക്കവാറുമൊക്കെ വന്നത്. അതുകൊണ്ട് ആ സാമ്പത്തികമായിട്ട് തന്നെ ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ തയ്യാറാണ്. സഖ്യവൂസ് ഔദാര്യത്തോടുകൂടി തന്റെ സാമ്പത്തിക പരിഹാര നിർദ്ദേശങ്ങൾ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1ന് 4 ഇരട്ടി വെച്ച് പരിഹാരം ചെയ്യാൻ തയ്യാറായ മനുഷ്യൻ എല്ലാം സശ്രദ്ധം ശ്രമിച്ചുകൊണ്ട് യേശു ഉദ്ഘാടനം ചെയ്യുന്നു. സഖ്യവൂസ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ വളരെയേറെ അർത്ഥപൂർണമായി സഖ്യവൂസിന് തോന്നി. സഖ്യവൂസിന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്താനും ആ പരിവർത്തനങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കാനുമുള്ള ആ തയ്യാറെടുപ്പിൽ യേശു ഉദ്ഘാടനം ചെയ്യുന്നു. സഖ്യവൂസ് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. കൃത്യമായ അനുഭവം, സന്തോഷം ഇരട്ടിക്കുന്ന നിമിഷങ്ങൾ. ഒരു പക്ഷേ അതിപുരാതനമായിട്ടുള്ള വാണിജ്യ നഗരമായിട്ടുള്ള ജെറിക്കോ നഗരം സന്ദർശിക്കാൻ യേശു മുതിർന്നത് തന്നെ ഈ സഖ്യവൂസിനെ നേടുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. തീർച്ചയായും സഖ്യവൂസ് യേശുവിന്റെ അനുയായിയായി തീർന്നു കാണും ശേഷിച്ച കാലം മുഴുവൻ. യേശുവിന്റെ പ്രവർത്തനത്തിലും പ്രതികരണങ്ങളിലും വളരെയേറെ തനിമയാർന്ന ചില ശൈലികൾ ഉടനീളം നമുക്ക് കാണാവുന്നതാണ്.